നമസ്കാരം, GKPSയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കെമിസ്ട്രി മുഴുവനും ഒറ്റ വീഡിയോയിലൂടെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്ക് ആറ്റമോസ്. ആറ്റമോസ് എന്ന പദത്തിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം കണ്ടെത്തിയതാര്? ജോൺ ഡാൽട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ഓസ്റ്റ്വാൾഡ്. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ഡെമോക്രിറ്റസ്. പ്രോട്ടോൺ കണ്ടെത്തിയതാര്? ഏണസ്റ്റ് റൂദർഫോർഡ്. 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ തോംസൺ. രസതന്ത്രത്തിൻ്റെ ആദ്യകാല നാമം ആൽക്കമി. രസതന്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ലാവോസിയ. UNO കെമിസ്ട്രി വർഷമായി ആദരിച്ചത് 2011. ഇലക്ട്രോൺ കണ്ടെത്തിയതാര്? ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടെത്തിയതാര്? ജെയിംസ് ചാഡ്വിക്. 1807 അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? ജോൺ ഡാൽട്ടൺ. ജോൺ ഡാൽട്ടണിന് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു. അതിനാൽ ഈ അസുഖം അറിയപ്പെടുന്നത് ഡാൽട്ടണിസം. വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞ ഹെൻറിച്ച് ഗ്ലീസറുടെ കണ്ടുപിടുത്തം ഡിസ്ചാർജ് ട്യൂബ്. ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ്. കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ്. വളരെ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് അറിയപ്പെടുന്നത് വൈദ്യുതി ഡിസ്ചാർജ്. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിൽ. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം 1911. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകൾ പ്രോട്ടോൺ, ന്യൂട്രോൺ. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ. ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വച്ചത് ലൂയിസ് ഡി ബോർഗ്ലി. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോർജ് ജോൺ ടോൾസ്റ്റോയ്. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഇലക്ട്രോൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിച്ച വർഷം 1920. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻറ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രോട്ടോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ആറ്റത്തിലെ ചാർജില്ലാത്ത കണം ന്യൂട്രോൺ. 1932 ആറ്റത്തിനുള്ളിൽ ചാർജില്ലാത്ത കണമായ ന്യൂട്രോൺ ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ന്യൂട്രോൺ. ന്യൂക്ലിയസിലെ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ പോൾ ഡിറക്.
ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണം. പോസിട്രോൺ. പോസിട്രോൺ കണ്ടെത്തിയത് ആര്? കാൾ ആൻഡേഴ്സൺ. പ്രോട്ടോണിന് തുല്യ മാസ് ഉള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങൾ. ആൻറ്റി പ്രോട്ടോൺ. ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ചെമ്പർലെയിൻ സെഗ്രെയിൻ. ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ. ആൻറ്റി ന്യൂട്രോൺ. ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ് കോർക്ക്. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ്. മോൾ. ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ്. AMU. പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ. കണാദമുനി. ആറ്റത്തിന് അണു എന്ന് വിശേഷിപ്പിച്ചത് കണാദമുനി. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ. കണാദമുനി. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് J.J. തോംസൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് നിർദ്ദേശിച്ച മാതൃക സൗരയൂഥ മാതൃക. നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നത് ബോർ മാതൃക. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഷെല്ലുകൾ അറിയപ്പെടുന്നത് ഊർജ്ജനിലകൾ. ഓർബിറ്റിൻ്റെ ആകൃതി വൃത്തം. സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ 1. സോഡിയത്തിൻ്റെ പീരിയഡ് നമ്പർ 3. പ്രധാന ഊർജ്ജനിലകളിൽ തന്നെയുള്ള ഉപ ഊർജ്ജനിലകൾ അറിയപ്പെടുന്നത് സബ് ഷെല്ലുകൾ. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഒരു ആറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 32. ഒരു ആറ്റത്തിലെ K ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 2. S സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. P സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6. D സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10. F സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14. മൂലക ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായത് അറ്റോമിക് നമ്പറിന്. പൊട്ടാസ്യത്തിന് തൊട്ടു മുമ്പുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകം ആർഗൺ. സോഡിയത്തിന് തൊട്ടു മുമ്പുള്ള ഉത്കൃഷ്ട മൂലകം നിയോൺ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങൾ ഐസോബാർസ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഐസോടോപ്പുകൾ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഐസോട്ടോണുകൾ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം അറ്റോമിക നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം അറ്റോമിക മാസ്. ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് സോഡി. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ള മൂലകം ടിൻ. ടിന്നിൻ്റെ ഐസോടോപ്പുകളുടെ എണ്ണം 10. ഏറ്റവും ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് പ്രോട്ടിയം. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ട്രിഷ്യം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് പ്രോട്ടിയം. പ്രകൃതിയിലെ കാർബണിൻ്റെ 99% ഏത് ഐസോടോപ്പാണ് ഉൾക്കൊള്ളുന്നത്? കാർബൺ 12. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്ലാർഡ് ലിബി. ദൈവഗണം കണ്ടുപിടിച്ചത് ഹിഗ്സ് ബോസോൺ. സ്റ്റാൻഡേർഡ് മോഡലിലെ മൗലിക കണങ്ങളിലെ പദാർത്ഥ ഘടകങ്ങൾ ഫെർമിയോണുകൾ. ഒരു ആറ്റം ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ചാർജ് പോസിറ്റീവ് ചാർജ്. ഒരു ആറ്റം ഇലക്ട്രോണുകൾ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ചാർജ് നെഗറ്റീവ് ചാർജ്. ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് അയോണുകൾ. പോസിറ്റീവ് ചാർജുള്ള അയോൺ കാറ്റയോൺ. നെഗറ്റീവ് ചാർജുള്ള അയോൺ ആനയോൺ. കാറ്റയോണുകളുടെയും ആനയോണുകളുടെയും പരസ്പരം ആകർഷിച്ചുണ്ടാകുന്ന മിശ്രിതം ലവണങ്ങൾ
സ്റ്റാൻഡേർഡ് മോഡലിലെ മൗലിക കണങ്ങളിലെ ഊർജ്ജവാഹിനികൾ, ബോസോണുകൾ. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം, തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക, തന്മാത്ര. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ, അവഗാഡ്രോ. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്, തന്മാത്ര. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, കൊഹിഷൻ. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, അഡ്ഹീഷൻ. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണം, അവഗാഡ്രോ നമ്പർ. മോൾ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 23. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ, ഏക ആറ്റോമിക തന്മാത്രകൾ. 2 ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ, ദ്വയാറ്റോമിക് തന്മാത്രകൾ. പുതുതായി കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ, ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥ, ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ്. ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും പദാർത്ഥത്തിലെ ആറ്റങ്ങൾ ഖരമായും ദ്രാവകമായും കാണപ്പെടുന്ന അവസ്ഥ, ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ്. നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥങ്ങൾ, ഖരങ്ങൾ. നിശ്ചിത ആകൃതി ഇല്ലാത്തതും ഏതാകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായ പദാർത്ഥങ്ങൾ, ദ്രാവകങ്ങൾ. നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്തവയും തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടിയതുമായ പദാർത്ഥങ്ങൾ, വാതകങ്ങൾ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ, പ്ലാസ്മ. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ, പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ, പ്ലാസ്മ. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ, പ്ലാസ്മ. ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ, പ്ലാസ്മ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ, പ്ലാസ്മ. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ, സത്യേന്ദ്രനാഥ ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ, ക്വാർക്ക്. ദൈവകണമെന്നറിയപ്പെടുന്നത്, ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം, ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ, ലിയോൺ ലീഡർമാൻ. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, പോൾ ഡിറാക്. അടുത്ത് നമുക്ക് രൂപാന്തരത്വത്തെക്കുറിച്ച് നോക്കാം. ഒരേ രാസഗുണങ്ങളുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിൽ കാണപ്പെടുന്ന അവസ്ഥ, രൂപാന്തരത്വം. ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ഭൗതിക അവസ്ഥകൾ, അലോട്രോപ്സ്. ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം, കാർബൺ. കാർബണിൻ്റെ രൂപാന്തരങ്ങൾ, ഗ്രാഫൈറ്റ്, ഡയമണ്ട്, അമോർഫസ് കാർബൺ, ഫുള്ളറിൻ, കാർബൺ നാനോ ട്യൂബ്, ഗ്രഫീൻ. അടുത്ത് നമുക്ക് വജ്രത്തെക്കുറിച്ച് നോക്കാം. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം, വജ്രം. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു, വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ്, വജ്രം. കൃത്രിമ വജ്രം കണ്ടെത്തിയത്, ഹെൻറി മോയിസൺ. വജ്രത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ്, കാരറ്റ്. 100 കാരറ്റ് വജ്രം അറിയപ്പെടുന്നത്, പാരഗൺ. വജ്രത്തിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികൾ, അൾട്രാവയലറ്റ് കിരണങ്ങൾ. അടുത്ത് നമുക്ക് ഗ്രാഫൈറ്റിനെ കുറിച്ച് നോക്കാം. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ അലോട്രോപ്പ്, ഗ്രാഫൈറ്റ്. വൈദ്യുതിയുടെ ചാലകമായ ലോഹം, ഗ്രാഫൈറ്റ്. ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ്, ഗ്രാഫൈറ്റ്. ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിൻ്റെ രൂപം, ഗ്രാഫൈറ്റ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ്, ഗ്രാഫൈറ്റ്.
ചാരനിറത്തിലുള്ളതും മിനുസമുള്ളതുമായ കാർബണിൻ്റെ അലോട്രോപ്പ്. ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബൺ അലോട്രോപ്പ്. ഗ്രാഫൈറ്റ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ അലോട്രോപ്പ്. ഗ്രാഫൈറ്റ്. അടുത്ത് നമുക്ക് ഗ്രഫീനിനെ കുറിച്ച് നോക്കാം. ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ്. ഗ്രഫീൻ. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളി. ഗ്രഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ്. ഗ്രഫീൻ. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. ഗ്രഫീൻ. താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിൻ്റെ അലോട്രോപ്പ്. ഗ്രഫീൻ. അടുത്ത് നമുക്ക് ഫുള്ളറിനെ കുറിച്ച് നോക്കാം. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന കാർബൺ അലോട്രോപ്പ്. ഫുള്ളറിൻ. കാർബണിൻ്റെ ഗോളാകൃതിയിലുള്ളതും പൊള്ളയായതുമായ അലോട്രോപ്പ്. ഫുള്ളറിൻ. സോക്കർ ബോളിൻ്റെ ആകൃതിയിലുള്ള ഫുള്ളറിൻ. ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിൻ. ബക്കി ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന ഫുള്ളറിൻ. ബക്കി ട്യൂബ്സ്. അടുത്ത് നമുക്ക് അമോർഫസ് കാർബണെ കുറിച്ച് നോക്കാം. ക്രിസ്റ്റൽ ആകൃതിയില്ലാത്ത കാർബൺ അലോട്രോപ്പുകൾ അറിയപ്പെടുന്നത് അമോർഫസ് കാർബണുകൾ. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന അമോർഫസ് കാർബൺ. കോക്ക്. പഞ്ചസാരയിലെ മാലിന്യങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ. ചാർക്കോൾ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ. മരക്കരി. അബ്സോർബൻ്റായി ഉപയോഗിക്കുന്ന അമോർഫസ് കാർബൺ. മരക്കരി. ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ. മരക്കരി. അടുത്ത് നമുക്ക് ഫോസ്ഫറസിൻ്റെ അലോട്രോപ്പുകളെ കുറിച്ച് നോക്കാം. ഫോസ്ഫറസിൻ്റെ രൂപാന്തരത്വം. ചുവന്ന ഫോസ്ഫറസ്, വെളുത്ത ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. ഫോസ്ഫറസിൻ്റെ വായുവിൽ കത്തുന്ന അലോട്രോപ്പ്. വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിനെ 573 കെയിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഫോസ്ഫറസിൻ്റെ അലോട്രോപ്പ്. റെഡ് ഫോസ്ഫറസ്. തീപ്പെട്ടി കവറിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന മൂലകം. ചുവന്ന ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഫോസ്ഫറസിൻ്റെ അലോട്രോപ്പ്. ബ്ലാക്ക് ഫോസ്ഫറസ്. ഓക്സിജൻ്റെ ഒരു അലോട്രോപ്പ്. ഓസോൺ. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്ര. ഓസോൺ. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷപാളി. സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺ ബേൺ. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂയിസൺ. ഓസോൺ വിള്ളൽ കണ്ടെത്തിയത് ജോസഫ് ഫെർമാൻ, ബ്രയൻ ഗാർഡിനർ, ജൊനാഥൻ ചാൻക്ലിൻ. ഓസോൺ വിള്ളലിന് കാരണമായ വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ. CSCയിലെ ഘടകമൂലകങ്ങൾ. കാർബൺ, ക്ലോറിൻ, ഫ്ലൂറിൻ. ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFCയിലെ ഘടകം ക്ലോറിൻ. CFC കണ്ടെത്തിയത് തോമസ് മിഡ്ഗ്ലെ. ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവ്. വ്യാപ്തം. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം. മർദ്ദം. ചലനം മൂലം ലഭിക്കുന്ന ഊർജം. ഗതികോർജം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവ്. താപനില. വാതകത്തെ ചൂടാക്കിയാൽ താപനില കൂടുന്നു. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്രശാസ്ത്രജ്ഞൻ റോബർട്ട് ബോയിൽ. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ജാക്വസ് ചാൾസ്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ അമേഡിയോ അവോഗാഡ്രോ. അവോഗാഡ്രോ നിയമം അനുസരിച്ച് താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം ആശ്രയിച്ചിരിക്കുന്നത് തന്മാത്രകളുടെ എണ്ണത്തെ. മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പാസ്കൽ നിയമം.
ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനമായ നിയമം പാസ്കൽ നിയമം. പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്ലേസ് പാസ്കൽ. കണക്കുകൂട്ടൽ യന്ത്രമായ പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച വ്യക്തി ബ്ലേസ് പാസ്കൽ. നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതം അക്വാറീജിയ. അക്വാറീജിയ കണ്ടുപിടിച്ചത് ജാബിർ ഇബിൻ ഹയാൻ. അക്വാറീജിയൻ ലായനിയുടെ നിറം മഞ്ഞ. രാജകീയ ദ്രാവകമെന്നറിയപ്പെടുന്നത് അക്വാറീജിയ. കുലീന ലോഹങ്ങൾ ലയിക്കുന്ന ലായനി അക്വാറീജിയ. സ്വർണവും പ്ലാറ്റിനവും ലഭിക്കുന്ന ലായനി അക്വാറീജിയ. മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തി റോബർട്ട് ബോയിൽ. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ്. ഫോസ്ഫറസ് കണ്ടെത്തിയത് ഹെനിങ് ബ്രാൻഡ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ്. കടൽ പായലുകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം സീസിയം. അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം സീസിയം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ. ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ക്ലോറിൻ. നീന്തൽ കുളങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് അണുനാശിനിയായി ഉപയോഗിക്കുന്ന മൂലകം ക്ലോറിൻ. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം കാർബൺ. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം യുറേനിയം. ചിപ്പുകളുടെയും ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങൾ സിലിക്കൺ, ജർമേനിയം. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകം സൾഫർ. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയ വൾക്കനൈസേഷൻ. വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകം ജർമേനിയം. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം റഡോൺ. പുകയിലയിൽ നേരിയ തോതിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊളോണിയം. ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകം സിങ്ക്. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഫ്രാൻഷ്യം. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഹൈഡ്രജൻ. ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഓക്സിജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം അസ്റ്റാറ്റിൻ. ഓക്സിജനും ഹൈഡ്രജനും ആ പേര് നൽകിയത് ലാവോസിയർ. സിലിക്ക എന്നറിയപ്പെടുന്ന സംയുക്തം സിലിക്കൺ ഡയോക്സൈഡ്. മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം 40. ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത് ബോറോൺ. വജ്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം നൈട്രജൻ. സൾഫർ വായുവിൽ കത്തുമ്പോൾ ലഭിക്കുന്ന നിറം നീല. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളില്ലാത്ത മൂലകം സൾഫർ. അടുത്ത നമുക്ക് മൂലകങ്ങളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് നോക്കാം. മെർക്കുറി മീനമാതാ രോഗം. കാഡ്മിയം ഇതായ്. ലെഡ് പ്ലംബിസം. സിലിക്കൺ സിലിക്കോസിസ്. ഫ്ലൂറിൻ ഫ്ലൂറോസിസ്. കോപ്പർ വിൽസൺസ് രോഗം. പൊട്ടാസ്യം ഹൈപ്പർ കലേമിയ. ആസ്ബസ്റ്റോസിസ്. ആഴ്സനിക് ബ്ലാക്ക് ലെഗ് ബ്ലാക്ക് ഫുട്ട്. അടുത്ത് നമുക്ക് അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച് നോക്കാം. പൊട്ടാസ്യം ഹൈപ്പോകലേമിയ. ഇരുമ്പ് അനീമിയ. അയഡിൻ
ഗോയിറ്റർ. സെലിനിയം, തോറിയം, സിറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബെർസേലിയസ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഹൈഡ്രജൻ. അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജൻ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. സ്വയം കത്തുന്ന മൂലകം ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. കലോറി മൂല്യം കൂടിയ ഇന്ധനം ഹൈഡ്രജൻ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലെയും പൊതുഘടകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം നീല. ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലം ഘനജലം. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഒരു പ്രധാന സംയുക്തം ജലം. 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം പ്ലാറ്റിനം. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം മെർക്കുറി. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് കത്തുന്ന വായു. ഹൈഡ്രജൻ എന്ന പദം രൂപപ്പെട്ടിരിക്കുന്ന പദം ഹൈഡ്രോജീൻസ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്ന പ്രവർത്തനം താപമോചക പ്രവർത്തനം. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ. ഏറ്റവും അധികം കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ. എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ. അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ബോയിൽ. വൈശേഷിക സൂത്രം എന്ന പുസ്തകം രചിച്ചത് കണാദൻ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ച പദം ഓക്സിജൻസ്. ഓക്സിജൻസ് എന്ന വാക്കിനർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ത്രയാറ്റോമിക തന്മാത്ര ഓസോൺ. ഓക്സിജൻ്റെ പ്രധാന അലോട്രോപ്പ് ഓസോൺ. ഓക്സിജൻ കണ്ടെത്തിയ വർഷം 1774. ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് ഘനജലം. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകം ദ്രാവക ഓക്സിജൻ. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകം ഓക്സിജൻ. ഒരു പദാർത്ഥം ഓക്സിജനിൽ കത്തുന്ന പ്രവർത്തനം ജ്വലനം. ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് CFC. അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. അടുത്ത നമുക്ക് ആവർത്തന പട്ടികയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മൂലക വർഗീകരണത്തിനുള്ള സമഗ്രമായ ഉപാധി പീരിയോഡിക് ടേബിൾ. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ അന്റോയിൻ ലാവോസിയ. 1789 ലാവോസിയ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം 30. ലാവോസിയയുടെ വർഗീകരണത്തിൻ്റെ പരിമിതി ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയാത്തത്.
ഡോബറൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവ അറിയപ്പെടുന്നത് ത്രികങ്ങൾ. 1866 അഷ്ടക നിയമം എന്ന വർഗീകരണം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ന്യൂലാൻഡ്സ്. മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിയ നിയമം അഷ്ടക നിയമം. ന്യൂലാൻഡ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 56. തൻ്റെ വർഗീകരണത്തിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളായി താരതമ്യം ചെയ്ത ശാസ്ത്രജ്ഞൻ ന്യൂലാൻഡ്സ്. 1869 മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയ റഷ്യൻ ശാസ്ത്രജ്ഞൻ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ്. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങൾ എന്ന് വർഗീകരിച്ചത് മെൻഡലിയേവ്. കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും അവയ്ക്ക് വേണ്ടി പീരിയോഡിക് ടേബിളിൽ സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ മെൻഡലിയേവ്. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പീരിയഡുകൾ. മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് പ്രതീകങ്ങൾ. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ ശാസ്ത്രജ്ഞൻ ബർസേലിയസ്. മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച റഷ്യൻ ശാസ്ത്രജ്ഞൻ ദിമിത്രി മെൻഡലീവ്. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക തയ്യാറാക്കിയ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലി. മൂലകങ്ങളുടെ അറ്റോമിക മാസിനെ അറ്റോമിക വ്യാപ്തം, തിളനില, ദ്രവണാങ്കം എന്നിവയുമായി ബന്ധപ്പെടുത്തി വെവ്വേറെ ഗ്രാഫുകൾ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ജൂലിയസ് ലോതർമെയർ. മൂലകങ്ങളെ വർഗീകരിക്കാൻ ടെല്ലൂറിക് ഹെലിക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ചാൻ കോർട്ടോയിസ്. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ്. മൂലകങ്ങളെ സംഗീതവുമായി ബന്ധപ്പെടുത്തി വർഗീകരണം നടത്തിയ നിയമം അഷ്ടക നിയമം. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ചത് ഡോബറൈനർ. ആധുനിക ആവർത്തിക പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലി. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലമാണെന്ന് പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മോസ്ലി. മോസ്ലി തൻ്റെ ഏതു പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് അറ്റോമിക നമ്പർ നൽകിയത്? എക്സ്റേ ഡിഫ്രാക്ഷൻ. 2ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ സാദൃശ്യം കാണിക്കുന്നത് രാസഗുണങ്ങളിൽ. മൂലകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ച ശാസ്ത്രജ്ഞൻ ഗിൽബർട്ട് എൻ ലൂയിസ്. ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ആധുനിക ആവർത്തന പട്ടികയിലെ പീരിയഡുകളുടെ എണ്ണം 7. ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരിയഡ് 1-ാം പീരിയഡ്. 1-ാമത്തെ പീരിയഡിൽ ഉള്ള മൂലകങ്ങളുടെ എണ്ണം 2. ഹൈഡ്രജൻ, ഹീലിയം. നിലവിൽ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങളുടെ എണ്ണം 118. ആവർത്തന പട്ടികയിലെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം 92. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം യുറേനിയം. യുറേനിയത്തിൻ്റെ അറ്റോമിക നമ്പർ 92. മനുഷ്യനിർമ്മിത മൂലകങ്ങൾ അറിയപ്പെടുന്നത് ട്രാൻസ്യുറാനിക്സ്. ആദ്യ മനുഷ്യനിർമ്മിത മൂലകം ടെക്നീഷ്യം. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങൾ ഉപലോഹങ്ങൾ. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത് ലീനസ് പോളിംഗ്. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി പോളിംഗ് സ്കെയിൽ. ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയ ഏക മൂലകം നിഹോണിയം. ഫോസ്ഫറസ് എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു. കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം പൊട്ടാസ്യം. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു.
മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന IUPAC. IUPAC നിലവിൽ വന്ന വർഷം 1919. IUPACയുടെ ആസ്ഥാനം സൂററ്റ്. അടുത്ത നമുക്ക് ഉത്കൃഷ്ടവാതകങ്ങളെക്കുറിച്ച് നോക്കാം. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റഡോൺ. സാധാരണമായി മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത് അലസവാതകങ്ങൾ. വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത് അപൂർവവാതകങ്ങൾ. കാലാവസ്ഥ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഹീലിയം. ഹീലിയം കാലാവസ്ഥ ബലൂണുകളിൽ ഉപയോഗിക്കാനുള്ള കാരണം സാന്ദ്രത വളരെ കുറവായതിനാൽ. ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം നിയോൺ. വൈദ്യുതി ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന വാതകം ആർഗൺ. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകം റഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റഡോൺ. അടുത്ത നമുക്ക് ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളെ കുറിച്ച് നോക്കാം. പീരിയോഡിക് ടേബിളിലെ 6ാം പീരിയഡിൽ 57 മുതൽ 71 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾ ലാന്തനോയിഡ്. 7ാം പീരിയഡിൽ 89 മുതൽ 103 വരെ അറ്റോമിക് നമ്പറുകളുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആക്ടിനോയിഡ്. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും ചേർത്ത് പറയുന്നത് അന്തഃസംക്രണ മൂലകങ്ങൾ. റെയർ എർത്ത് എന്ന് അറിയപ്പെടുന്ന മൂലകങ്ങൾ ലാന്തനോയിഡ്. പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ. അടുത്ത നമുക്ക് ബ്ലോക്കുകളെ കുറിച്ച് നോക്കാം. പീരിയോഡിക് ടേബിളിലെ 4 ബ്ലോക്കുകൾ SPDF. എസ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ ബ്ലോക്ക് എസ് ബ്ലോക്ക്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും കാണിക്കുന്ന സ്വഭാവം ബേസിക സ്വഭാവം. എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണമായി നിർമ്മിക്കുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നു. എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ. പി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ പൂർണ്ണം നടക്കുന്ന സബ്ഷെൽ പി സബ്ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1 മുതൽ 6 വരെ. പീരിയോഡിക് ടേബിളിൽ പി ബ്ലോക്ക് തുടങ്ങുന്നത് 12 ഗ്രൂപ്പുകൾ കഴിഞ്ഞ ശേഷം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് പി. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. ഫ്ലൂറിൻ ഉൾപ്പെടുന്ന പീരിയഡ് 17ാം പീരിയഡ്. ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ. ഇലക്ട്രോൺ വിന്യാസത്തിൽ അവസാന ഇലക്ട്രോൺ പൂരണം ഡി സബ്ഷെല്ലിൽ നടക്കുന്നവ ഡി ബ്ലോക്ക് മൂലകങ്ങൾ അഥവാ സംക്രമണ മൂലകങ്ങൾ. കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്നത് ലാന്തനോയിഡ്, ആക്ടിനോയിഡ്. ആവർത്തന പട്ടികയിൽ 58 മുതൽ 71 വരെ അറ്റോമിക് നമ്പറുകളുള്ള മൂലകം ലാന്തനോയിഡ്. ആവർത്തന പട്ടികയിൽ സിറിയം മുതൽ ലുട്ടേഷ്യം വരെയുള്ള മൂലകങ്ങൾ ലാന്തനോയിഡുകൾ. ലാന്തനോയിഡ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 6ാം ഗ്രൂപ്പ്. റെയർ എർത്ത്സ് മൂലകങ്ങൾ ലാന്തനോയിഡ്. ആവർത്തന പട്ടികയിൽ അറ്റോമിക് നമ്പർ 90 മുതൽ 103 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾ ആക്ടിനോയിഡുകൾ. ആവർത്തന പട്ടികയിൽ തോറിയം മുതൽ ലൊറൻഷ്യം വരെയുള്ള അന്തഃസംക്രമണ മൂലകങ്ങൾ ആക്ടിനോയിഡുകൾ. ആക്ടിനോയിഡുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 7ാം ഗ്രൂപ്പ്. മനുഷ്യനിർമ്മിത കൃത്രിമ മൂലകങ്ങൾ ആക്ടിനോയിഡുകൾ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന എഫ് ബ്ലോക്ക് മൂലകങ്ങൾ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം.
ഒരു പദാർത്ഥം പൂർണ്ണമായി മറ്റൊരു പദാർത്ഥമായി മാറുന്ന പ്രക്രിയ രാസമാറ്റം. ജലത്തിൻ്റെ 3 അവസ്ഥകൾ: ഐസ്, ജലം, നീരാവി. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റം ഭൗതിക മാറ്റം. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനം രാസമാറ്റം. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വസ്തുക്കൾ അഭികാരകങ്ങൾ. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വസ്തുക്കൾ ഉൽപ്പന്നങ്ങൾ. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ആവശ്യമായ ഒരു നിശ്ചിത അളവ് ഗതികോർജം ത്രെഷോൾഡ് എനർജി. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം ഓക്സീകരണം. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം. ഒരു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന മൂലകം ഓക്സികാരി. ഒരു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന മൂലകം നിരോക്സികാരി. ഓക്സിഡേഷൻ നമ്പർ കുറയ്ക്കുന്ന തന്മാത്ര ഓക്സികാരി. ഓക്സിഡേഷൻ നമ്പർ കൂട്ടുന്ന തന്മാത്ര നിരോക്സികാരി. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറന്തള്ളുന്ന പ്രവർത്തനം എക്സോതെർമിക് റിയാക്ഷൻ. രാസപ്രവർത്തന ഫലമായി താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനം എൻഡോതെർമിക് റിയാക്ഷൻ. അപൂരിതമായ സംയുക്തങ്ങളെ ഹൈഡ്രജൻ ചേർത്ത് പൂരിത സംയുക്തങ്ങളാക്കുന്ന പ്രക്രിയ ഹൈഡ്രോജനേഷൻ. രാസപ്രവർത്തനത്തിൽ ഒരു തന്മാത്രയിൽ നിന്ന് ഹൈഡ്രജൻ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഡീഹൈഡ്രോജനേഷൻ. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾ ഇലക്ട്രോലൈറ്റുകൾ. ജലവുമായി പ്രവർത്തിച്ച് ഒരു രാസവസ്തു വിഘടിക്കുന്ന പ്രക്രിയ ഹൈഡ്രോളിസിസ്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനം വൈദ്യുതരാസ സെല്ലുകൾ. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തി വിടാനുള്ള കഴിവ് വൈദ്യുതി ചാലകത. പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണെന്ന ആശയം BC 1-ാം നൂറ്റാണ്ടിൽ മുന്നോട്ട് വെച്ച വ്യക്തി ലുക്രീഷ്യസ്. ഒരു സംയുക്തത്തിലുള്ള ഘടകങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയ ക്രൊമാറ്റോഗ്രഫി. ഖരാവസ്ഥയിലുള്ളൊരു വസ്തു നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ ഉൽപ്പതനം. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ താപമോചക പ്രവർത്തനങ്ങൾ. പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ പ്രകാശരാസ പ്രവർത്തനങ്ങൾ. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ രാസപ്രവർത്തനം പ്രകാശ സംശ്ലേഷണം. മിന്നാമിനുങ്ങിൻ്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു ലൂസിഫറൻ. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾ ഇലക്ട്രോലൈറ്റുകൾ. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകൾ അറിയപ്പെടുന്നത് ഇലക്ട്രോഡുകൾ. ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണമുണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയ വൈദ്യുതലേപനം. ഊർജം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഊർജാഗിരണ പ്രവർത്തനങ്ങൾ. ഊർജം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഊർജമോചക പ്രവർത്തനങ്ങൾ. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനം അയോണിക ബന്ധനം. അടുത്തടുത്തുള്ള മൂലകങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദുർബലമായ പരസ്പര ആകർഷണ ബലം വാണ്ടർ വാൾസ് ബലം. ഏറ്റവും ശക്തിയേറിയ രാസബന്ധനം സഹസംയോജക ബന്ധനം. ഏറ്റവും ദുർബലമായ രാസബന്ധനം വാണ്ടർ വാൾസ് ബലം. അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ. ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുന്ന രാസബന്ധനം ഏകബന്ധനം. 2 ജോഡി ഇലക്ട്രോൺ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം ദ്വിബന്ധനം. 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം ത്രിബന്ധനം. ഒരു ലായനിയിൽ ലയിച്ചു ചേരുന്ന പദാർത്ഥം ലീനം. ഒരു ലായനിയിൽ ഒരു പദാർത്ഥത്തെ ലയിപ്പിക്കുന്നത് ലായകം. ഒരു ലായനിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ലായകം. ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ക്രൊമറ്റോഗ്രഫി. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനി പൂരിത ലായനി.
ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ലീനത്തിൻ്റെ അളവ്. ഗാഢത. ലീനത്തിൻ്റെ അളവ് കുറവുള്ള ലായനി. നേർത്ത ലായനി. ഒരു ലായനിയിലെ ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും തോത് തുല്യമായാൽ അത്തരം ലായനികൾ. ഐസോട്ടോണിക് ലായനി. ലീനത്തിൻ്റെ അളവ് കൂടുതലുള്ള ലായനി. ഗാഢലായനി. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന യൂണിറ്റ്. മാസ് പെർസെൻറ്റേജ്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് 4 ppm. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ്. ലായനിയുടെ ഗാഢത. ലീനത്തിൻ്റെ അളവ് കുറഞ്ഞ ലായനി. നേർത്ത ലായനി. ലീനത്തിൻ്റെ അളവ് കൂടിയ ലായനി. ഗാഢലായനി. ഒരു ലായനിയിലെ കുറഞ്ഞ അളവിലുള്ള ഘടകം. ലീനം. ഒരു ലായനിയിലെ കൂടിയ അളവിലുള്ള ഘടകം. ലായകം. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതി. മാസ് പെർസെൻറ്റേജ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനി. പൂരിത ലായനി. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിലുള്ള ലായനി. അപൂരിത ലായനി. പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനി. അതിപൂരിത ലായനി. വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥം. മിശ്രിതം. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥം. ശുദ്ധപദാർത്ഥം. യുറേനിയം ഓക്സൈഡിൻ്റെ ഒരു മിശ്രിതം. യെല്ലോ കേക്ക്. കാർബൺ ഡയോക്സൈഡിൻ്റെയും ജലത്തിൻ്റെയും മിശ്രിതം. സോഡാജലം. സോഡിയം ബൈകാർബണേറ്റിൻ്റെയും ടാർട്ടാറിക് ആസിഡിൻ്റെയും മിശ്രിതം. ബേക്കിംഗ് പൗഡർ. കാർബൺ ഡയോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിശ്രിതം. പ്രൊഡ്യൂസർ ഗ്യാസ്. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. ബാഷ്പീകരണം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. സ്വേദനം. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിൽ ചേർന്നിരിക്കുന്ന മിശ്രിതം. ഏകാത്മക മിശ്രിതം. അതിസൂക്ഷ്മങ്ങളായ ലീനകണികകൾ ചേർന്ന മിശ്രിതം. യഥാർത്ഥ ലായനി. അല്പം വലിയ ലീനകണികകൾ ചേർന്ന മിശ്രിതം. കൊളോയിഡ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന വലിപ്പം കൂടിയ ലീനകണികകൾ അടങ്ങിയ മിശ്രിതം. സസ്പെൻഷനുകൾ. വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങൾ. സംയുക്തങ്ങൾ. പരീക്ഷണശാലയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ഓർഗാനിക് സംയുക്തം. യൂറിയ. താജ്മഹലിൻ്റെ നിറം മങ്ങലിന് കാരണം. സൾഫർ ഡയോക്സൈഡ്. ഒരേ തന്മാത്രവാക്യവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവും പുലർത്തുന്ന സംയുക്ത പ്രതിഭാസം. ഐസോമെറിസം. സാർവത്രിക ലായകമെന്നറിയപ്പെടുന്നത്. ജലം. ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലം. മഴവെള്ളം. ജലത്തിൻ്റെ pH മൂല്യം 7. ജലത്തിൻ്റെ രാസനാമം. ഡൈഹൈഡ്രജൻ ഓക്സൈഡ്. ആദ്യമായി കൃത്രിമമായി ജലം നിർമ്മിച്ചത്. ജോസഫ് പ്രീസ്ലി. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 4°C. ജലത്തിൻ്റെ തിളനില 100°C. ജലത്തിൻ്റെ ഖരാങ്കം 0°C. ജലം ഒരു സംയുക്തമാണെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. ഭൂമിയുടെ പിണ്ഡം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം. ജലം. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില. തിളനില. ജലത്തിൻ്റെ തിളനില 100°C. അന്തരീക്ഷത്തിൽ 0°C-നും 100°C-നും ഇടയിലുള്ള താപനിലകളിൽ ജലത്തിൻ്റെ അവസ്ഥ. ദ്രാവകം. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനില. ഖരാങ്കം. പ്രാണികൾക്ക് ജലത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്നതിന് സഹായമാകുന്ന ജലത്തിൻ്റെ സവിശേഷത. പ്രതലബലം. സോപ്പ് നന്നായി പതയാത്ത ജലം. കഠിനജലം. കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു. തുരിഷ്. ഐസ്ക്രീം പരലുകൾ ഉണ്ടാകുന്നത് തടയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ജലാറ്റിൻ. എലി വിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു.
സിങ്ക് ഫോസ്ഫൈഡ്. ഇലക്ട്രോപോസിറ്റീവ് മൂലകങ്ങൾ. ലോഹങ്ങൾ. ലോഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാഖ. മെറ്റലർജി. മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചത് അന്റോണിയോ ലാവോസിയ. ലോഹങ്ങളുടെ രാജാവ്. സ്വർണം. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയം, പൊട്ടാസ്യം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ. സോഡിയം, പൊട്ടാസ്യം. സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് ക്ലോറിൻ. കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഗാലിയം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ബ്രോമിൻ. സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം കൊബാൾട്ട്. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയം. വൈദ്യുത ബൾബിൽ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. എക്സ്റേ ട്യൂബ്സിൻ്റെ വിൻഡോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ബെറിലിയം. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയം. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ലിഥിയം. ലോഹങ്ങളിൽ മാലിയബിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം സ്വർണം. ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി കൂടിയ ലോഹം പ്ലാറ്റിനം. ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം ഇറിഡിയം. മഴവിൽ ലോഹം ഇറിഡിയം. പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം പ്ലാറ്റിനം. പ്രതിപ്രവർത്തനം ഏറ്റവും കൂടുതലുള്ള ലോഹം സീസിയം, ഫ്രാൻഷ്യം. പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം ക്രോമിയം. താപം, വൈദ്യുതി എന്നിവ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം വെള്ളി. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം മാംഗനീസ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം കാൽസ്യം. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം സോഡിയം. ജന്തുക്കളുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന ലോഹം സിങ്ക്. ഇൻസുലിനും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലവണങ്ങൾ സോഡിയം, പൊട്ടാസ്യം. കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം വനേഡിയം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യം. വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട്. ഏറ്റവും വില കൂടിയ ലോഹം റോഡിയം. കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത് സൾഫറിൻ്റെ സംയുക്തങ്ങൾ. സ്വർണം, വെള്ളി മുതലായ വിലയേറിയ ലോഹങ്ങളുടെ മൂല്യം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ട്രോയ് ഔൺസ്. സ്വർണം ലയിക്കുന്ന ദ്രാവകം അക്വാറീജിയ. രത്നലോഹം ബെറിലിയം. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം പച്ചിരുമ്പ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. പച്ചിരുമ്പിൻ്റെയും സ്റ്റീലിൻ്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയൺ കാസ്റ്റ് അയൺ. കട്ടിംഗ് ടൂൾസ്, കട്ടിംഗ് മെഷീൻസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന അയൺ ക്രോം സ്റ്റീൽ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ. സൈക്കിൾസ്, ഓട്ടോമൊബൈൽസ്, പാത്രങ്ങൾ, പേനകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന അയൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തം സോഡിയം കാർബണേറ്റ്. പേപ്പർ, പെയിൻറ് നിർമ്മാണം എന്നിവയിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് നിർമ്മിക്കുന്ന പ്രക്രിയ സോൾവേ പ്രോസസ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന രാസവസ്തു സോഡിയം ബെൻസോയേറ്റ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുവാൻ ചേർക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈകാർബണേറ്റ്. വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്ന സംയുക്തം സോഡിയം സിലിക്കേറ്റ്. അത് നമുക്ക് കാൽസ്യത്തിനെ കുറിച്ച് നോക്കാം. സിമൻറ്റ് നിർമ്മാണത്തിലെ പ്രാഥമിക വസ്തു കാൽസ്യം ഓക്സൈഡ്.
ക്വിക്ക് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം. കാൽസ്യം ഓക്സൈഡ്. ച്യൂയിങ് ഗത്തിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം. കാൽസ്യം കാർബണേറ്റ്. പവിഴപ്പുറ്റുകൾ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തം. കാൽസ്യം കാർബണേറ്റ്. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തം. കാൽസ്യം കാർബണേറ്റ്. ആൻറ്റാസിഡായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം. കാൽസ്യം കാർബണേറ്റ്. വൈറ്റ് വാഷിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം. കാൽസ്യം സൾഫേറ്റ്. സിമൻറ്റിൻ്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിനായി ചേർക്കുന്നത്. ജിപ്സം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. ചെമ്പ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം. ചെമ്പ്. ആഭരണങ്ങൾ നിർമ്മിക്കുവാനായി സ്വർണത്തിൽ ചേർക്കുന്ന ലോഹം. ചെമ്പ്. ബ്രോൺസ്, ബ്രാസ്, നാണയലോയ് എന്നിവയിലെ പൊതുഘടകം. ചെമ്പ്. വീട്ടിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം. ചെമ്പ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ക്വിക്ക് ലൈം. കാൽസ്യം ഓക്സൈഡ്. സ്ലേക്കഡ് ലൈം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. അലുമിനിയം. കളിമണ്ണിൽ സമൃദ്ധമായുള്ള ലോഹം. അലുമിനിയം. ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. അലുമിനിയം. മാംഗനീസ്, ക്രോമിയം എന്നിവയെ അയിരിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. അലുമിനിയം. തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തം. ആലം. വൈദ്യുത പോസ്റ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം. അലുമിനിയം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. മഗ്നീഷ്യം. ആൻറ്റാസിഡായി ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം സംയുക്തം. മഗ്നീഷ്യം കാർബണേറ്റ്. സാധാരണ അന്തരീക്ഷൂഷ്മാവിലും ദ്രാവകാവസ്ഥയിലും കാണപ്പെടുന്ന ലോഹം. മെർക്കുറി. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം. മെർക്കുറി. മെർക്കുറി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഫ്ലാസ്ക്. മെർക്കുറി സംയുക്തങ്ങൾ അറിയപ്പെടുന്നത്. അമാൽഗങ്ങൾ. ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം. മെർക്കുറി. എക്സ്റേ കടത്തിവിടാത്ത ലോഹം. ലെഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം. ലെഡ്. വാഹനത്തിൻ്റെ പുകവഴി പുറംതള്ളപ്പെടുന്ന ലോഹം. ലെഡ്. പെയിൻറ്റിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യന് ഹാനികരമായ ലോഹം. ലെഡ്. ഫെർട്ടിലൈസറായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. പൊട്ടാസ്യം ക്ലോറൈഡ്. സോഫ്റ്റ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം സംയുക്തം. നൈറ്റർ. ചില്ലി സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത്. സോഡിയം നൈട്രേറ്റ്. ഇന്ത്യൻ സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത്. പൊട്ടാസ്യം നൈട്രേറ്റ്. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നീ വിശേഷണങ്ങളുള്ള ലോഹം. ടൈറ്റാനിയം. വിമാന എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ടൈറ്റാനിയം. പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. ടൈറ്റാനിയം ഡയോക്സൈഡ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം. സ്വർണം. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള സവിശേഷത. ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം. പ്ലാറ്റിനം. വൈദ്യുത ബൾബിൻ്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം. ടങ്സ്റ്റൺ. കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങൾ. മൃദുലോഹങ്ങൾ. താപം കടത്തിവിടാനുള്ള ലോഹത്തിൻ്റെ സവിശേഷത. താപചാലകത. ലോഹങ്ങൾ താപചാലകങ്ങളാണ്. ഏറ്റവും മികച്ച താപചാലകം. വെള്ളി. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ്. വൈദ്യുത ചാലകത. ഏറ്റവും മികച്ച വൈദ്യുത ചാലകം.
വെള്ളി. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്ന ലോഹം. കോപ്പർ. വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗം. അലുമിനിയം. ഖരം ദ്രാവകമായി മാറുന്ന താപനില. ദ്രവണാങ്കം. ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനില. തിളനില. അലുമിനിയം, സിങ്ക്, മഗ്നീഷ്യം, അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഹൈഡ്രജൻ. പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളോ അറിയപ്പെടുന്നത്. ധാതുക്കൾ. എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കൾ. അയിരുകൾ. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ എളുപ്പം വേർതിരിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ. അപദ്രവ്യം. അപദ്രവ്യത്തെ ഉരുക്കി വേർതിരിക്കാൻ കഴിയുന്ന സ്ലാഗ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന പദാർത്ഥം. ഫ്ലക്സ്. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ. ലീച്ചിങ്. നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ലോഹത്തിൽ നിന്ന് മറ്റു ലോഹങ്ങളെയും ലോഹ ഓക്സൈഡുകളെയും വേർതിരിക്കുന്ന പ്രക്രിയ. ലോഹ ശുദ്ധീകരണം. ടിൻ, ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. ഉരുക്കി വേർതിരിക്കൽ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. സ്വേദനം. ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരി. വൈദ്യുതി. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ. കാൽസിനേഷൻ. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ. റോസ്റ്റിംഗ്. കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തം. ടിൻ അമാൽഗം. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം. സ്വർണം, പ്ലാറ്റിനം. ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകം. കാർബൺ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6. കാർബണിൻ്റെ സംയോജകത 4. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിച്ച് ചെയിൻ രൂപത്തിൽ നിലനിൽക്കാനുള്ള കഴിവ്. കാറ്റിനേഷൻ. കാർബണിക് സംയുക്തങ്ങളാണ് പ്രപഞ്ചത്തിൽ എണ്ണത്തിൽ കൂടുതൽ. അതിന് പ്രധാന കാരണമായ കാർബണിൻ്റെ സവിശേഷത. കാറ്റിനേഷൻ. മറ്റ് മൂലകങ്ങളെ അപേക്ഷിച്ച് കാറ്റിനേഷനുള്ള കഴിവ് കൂടിയ മൂലകം. കാർബൺ. കാർബണും കാർബണിക സംയുക്തങ്ങളും വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നവാതകം. കാർബൺ ഡയോക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം. കാർബൺ ഡയോക്സൈഡ്. സോഡ, വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം. കാർബൺ ഡയോക്സൈഡ്. യൂറിയ പോലുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം. കാർബൺ ഡയോക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം. കാർബൺ ഡയോക്സൈഡ്. ആഗോള താപനവുമായി ബന്ധപ്പെട്ട പദം. കാർബൺ ക്രെഡിറ്റ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകം. കാർബൺ ഡയോക്സൈഡ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ സംയുക്തം. കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനും ആയി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തം. കാർബോക്സി ഹീമോഗ്ലോബിൻ. വാതക ഇന്ധനമായി ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം. കാർബൺ മോണോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഫലമായി അന്തരീക്ഷ താപനില ഉയരുന്ന പ്രതിഭാസം. ഹരിതഗൃഹ പ്രഭാവം. ഹരിതഗൃഹ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ്. ആഗോളതാപനം. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ സംയുക്തം. കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തം. കാർബോക്സി ഹീമോഗ്ലോബിൻ. വാതക ഇന്ധനമായി ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം. കാർബൺ മോണോക്സൈഡ്. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നീരോക്സികാരിയായി പ്രവർത്തിക്കുന്ന കാർബൺ സംയുക്തം. കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന പദാർത്ഥം. വാട്ടർ ഗ്യാസ്. നൈട്രജൻ്റെ അറ്റോമിക നമ്പർ 7. നൈട്രജൻ കണ്ടെത്തിയത് ഡാനിയൽ റൂദർഫോർഡ്. അന്തരീക്ഷത്തിലെ നൈട്രജൻ്റെ അളവ് 78%. ധാന്യകത്തിൽ ഇല്ലാത്തതും മാംസ്യത്തിലെ പ്രധാന ഘടകവുമായ മൂലകം.
നൈട്രജൻ. ജീവജാലങ്ങൾ മണ്ണിൽ നിന്നും നൈട്രജൻ ഏത് രൂപത്തിലാണ് ആഗിരണം ചെയ്യുന്നത്? നൈട്രേറ്റ്സ്. നൈട്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന പ്രകാശം ചുവപ്പ്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം നൈട്രജൻ. നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ചുണ്ടാകുന്നത് നൈട്രിക് ആസിഡ്. നൈട്രജൻ ഡയോക്സൈഡ് മണ്ണിലെത്തുന്നത് ഏത് രൂപത്തിലാണ്? നൈട്രിക് ആസിഡ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി സംയോജിച്ച് രൂപപ്പെടുന്നത് നൈട്രിക് ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയ. നൈട്രജൻ ഡയോക്സൈഡ് മണ്ണിലെത്തുന്ന ഏത് രൂപത്തിലാണ്? നൈട്രിക് ആസിഡ്. അമോണിയ തന്മാത്രയുടെ ആകൃതി പിരമിഡൽ. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. അമോണിയം ക്ലോറൈഡിൻ്റെ നിറം വെള്ള. നൈട്രിക് ആസിഡ് കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ. ആസിഡ് ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഓക്സിജൻ. ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പ് ഓസോൺ. ഓക്സിജൻ കണ്ടെത്തിയ വർഷം 1774. ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം. ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തം ഘനജലം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് ഘനജലം. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകം ദ്രാവക ഓക്സിജൻ. സിലിക്കന്റെ അറ്റോമിക നമ്പർ 14. സിലിക്കൺ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രൂപം മണൽ. ഭൂവൽക്കത്തിൻ്റെ കൂടുതൽ ഭാഗത്തും അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഓക്സിജനും സിലിക്കണും. സിലിക്കണിൻ്റെ ഹൈഡ്രൈഡുകൾ അറിയപ്പെടുന്നത് സിലോൺ. സിലിക്കൺ കാർബൈഡിൻ്റെ മറ്റൊരു പേര് കൃത്രിമ ഡയമണ്ട്. കാർബോറണ്ടം എന്നറിയപ്പെടുന്ന സംയുക്തം സിലിക്കൺ കാർബൈഡ്. സിലിക്കയുടെ സ്ഫടിക രൂപം ക്വാഡ്. ഫോസ്ഫറസിൻ്റെ അറ്റോമിക നമ്പർ 15. ഫോസ്ഫറസ് എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത് പ്രകാശം വഹിക്കുന്നു. വെള്ളത്തിൽ സൂക്ഷിക്കുന്ന ഫോസ്ഫറസിൻ്റെ അലോട്രോപ്പ് വെളുത്ത ഫോസ്ഫറസ്. അഴുകിയ മത്സ്യത്തിൻ്റെ ഗന്ധമുള്ള ഫോസ്ഫറസിൻ്റെ സംയുക്തം ഫോസ്ഫീൻ. ഹോംസ് സിഗ്നൽസിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസിൻ്റെ സംയുക്തം ഫോസ്ഫീൻ. സൾഫറിൻ്റെ അറ്റോമിക നമ്പർ 16. സൾഫർ ലയിക്കുന്ന ലായനി കാർബൺ ഡൈസൾഫൈഡ്. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന സംയുക്തം സൾഫർ. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തു വരുന്ന വാതകം സൾഫർ ഡയോക്സൈഡ്. 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ മറ്റൊരു പേര് ഹാലോജൻസ്. ആദ്യമായി കണ്ടെത്തിയ ഹാലോജൻ ക്ലോറിൻ. ക്ലോറിൻ കണ്ടെത്തിയത് കാൾഷിയിലെ. വജ്രത്തിൻ്റെ നിലവാരം അളക്കുന്ന യൂണിറ്റ് പാരഗൺ. 1 പാരഗൺ = 137 ക്യാരറ്റ്. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം 22 ക്യാരറ്റ്. ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റ്. ക്ലോറിന് പേര് നൽകിയത് ഹംഫ്രി ഡേവി. ക്ലോറോ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം പച്ച കലർന്ന മഞ്ഞ. ക്ലോറിൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഡീക്കൻസ് പ്രക്രിയ. ഓക്സിഡൈസിംഗ് ഏജന്റായി പ്രവർത്തിക്കുന്ന ഹാലോജൻ ക്ലോറിൻ. പേപ്പർ, റയോൺ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹാലോജൻ ക്ലോറിൻ. കോട്ടൺ, ടെക്സ്റ്റൈൽ എന്നിവയുടെ ബ്ലീച്ചിങ്ങിനായി ഉപയോഗിക്കുന്ന ഹാലോജൻ ക്ലോറിൻ. സ്വർണം, പ്ലാറ്റിനം എന്നിവ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഹാലോജൻ ക്ലോറിൻ. ഡൈ, ഡ്രഗ്സ്, DDT എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹാലോജൻ ക്ലോറിൻ. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഹാലോജൻ ക്ലോറിൻ. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിൻ. PVCയിൽ അടങ്ങിയിരിക്കുന്ന ഹാലോജൻ ക്ലോറിൻ. ക്ലോറിൻ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തം ക്ലോറൈഡ്. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജൻ ബ്രോമിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലൂറിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും ധാരാളമായി കണ്ടുവരുന്ന ഹാലോജൻ ഫ്ലൂറിൻ. ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന ഹാലോജൻ്റെ രൂപം ഫ്ലൂറൈഡ്. ഗ്യാസോലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹാലോജൻ ബ്രോമിൻ.
ഫോട്ടോഗ്രാഫി ഫിലിംസിലും അഗ്നിശമനികളിലും ഉപയോഗിക്കുന്ന ഹാലോജൻ. ബ്രോമൻ. ന്യൂമോണിയ, അൽഷമേഴ്സ് എന്നീ രോഗങ്ങളുടെ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഹാലോജൻ. ബ്രോമിൻ. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഹാലോജൻ. അയഡിൻ. ആൻറ്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ഹാലോജൻ. അയഡിൻ. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തം. സിൽവർ അയഡൈഡ്. സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്ന മൂലകം. ഫ്ലൂറിൻ. ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം. ക്ലോറിൻ. ക്ലോറിൻ ഈർപ്പവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥിര സംയുക്തം. ഹൈപ്പോക്ലോറസ് ആസിഡ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായി ഉപയോഗിച്ചിരുന്ന വാതകം. ക്ലോറിൻ വാതകം. രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന മിശ്രിതം. ലോഹസങ്കരം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം. ഓട്. വിമാനഭാഗങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഡ്യൂറാലുമിൻ. പ്രാചീന ഈജിപ്തിൽ നിന്ന് ലഭിച്ച സ്വർണവും വെള്ളിയും ചേർന്ന ലോഹസങ്കരം. ഇലക്ട്രം. മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ അറിയപ്പെടുന്നത്. അമാൽഗങ്ങൾ. ഗ്ലാസ് മുറിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. കാർബോറണ്ടം. ഓസ്കർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ബ്രിട്ടാനിയം. പാറകൾ തുരക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. മാംഗനീസ് സ്റ്റീൽ. റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. മാംഗനീസ് സ്റ്റീൽ. കാന്തം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. അൽനിക്കോ. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. നിക്രോം. പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഇൻവാർ. മണികൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ബെൽമെറ്റൽ. വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം. പിച്ചള. വാഹനങ്ങളുടെ എൻജിൻ ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഫിലമിൻ. കൃത്രിമ മഴ പെയ്യിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. സിൽവർ അയോഡൈസ്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററി. അടുത്ത് നമുക്ക് ലോഹങ്ങളുടെ ഓക്സൈഡുകളും അവ ഗ്ലാസിന് നൽകുന്ന നിറങ്ങളും നോക്കാം. കൊബാൾട്ട് അയോൺ നീല. യുറേനിയം ഓക്സൈഡ് മഞ്ഞ. ഫെറിക് അയോൺ മഞ്ഞ. കാഡ്മിയം സൾഫൈഡ് മഞ്ഞ. മാംഗനീസ് ഡയോക്സൈഡ് പർപ്പിൾ. ക്രോമിക് ഓക്സൈഡ് പച്ച. ആൻറ്റിമണി ഓക്സൈഡ് വെള്ള. ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ സിദ്ധാന്തം അവതരിപ്പിച്ചത് സ്വാൻഡെ അറീനിയസ്. രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കുവാൻ കഴിവുള്ള പദാർത്ഥം. ആസിഡ്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ്. അസറ്റിക് ആസിഡ്. റബ്ബർ പാൽ കട്ടി കൂടുവാനായി ചേർക്കുന്ന ആസിഡ്. ഫോർമിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ. സമ്പർക്ക പ്രക്രിയ. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏറ്റവും മധുരമേറിയ ആസിഡ്. സൂക്രോണിക് ആസിഡ്. അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത്. ആസ്പിരിൻ. ആസ്പിരിൻ്റെ ശാസ്ത്രീയ നാമം അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഡൈനാമിറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ലാക്റ്റിക് ആസിഡ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം. അമിനോ ആസിഡ്. എല്ലാ ആസിഡുകളിലെയും പൊതുഘടകം. ഹൈഡ്രജൻ. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. പ്രോട്ടീനിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ്. നൈട്രിക് ആസിഡ്. അക്വാ ഫോർട്ടിസ് എന്നറിയപ്പെടുന്ന ആസിഡ്. നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ്. നൈട്രിക് ആസിഡ്. സ്വർണത്തിന് ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്. സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ്. സൾഫ്യൂരിക് ആസിഡ്. ഡൈല്യൂറ്റഡ് ഫിനോൾ. കാർബോളിക് ആസിഡ്. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ ആസിഡ്. സൾഫനിക് ആസിഡ്. ഏറ്റവും വീര്യം കൂടിയ ആസിഡ്. ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡ്. ഹൈഡ്രോസയാനിക് ആസിഡ്.
നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ. സൂചകങ്ങൾ. 12 അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഓർഗാനിക് ആസിഡ്, ഫാറ്റി ആസിഡ്. എത്തനോയിക് ആസിഡ്, അസറ്റിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്, ഫോർമിക് ആസിഡ്. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഹൈഡ്രജൻ. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. കാർബൺ ഡയോക്സൈഡ്. ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനമായ അയോണുകൾ. ഹൈഡ്രജൻ അയോണുകൾ. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസികത. ഒരു ആസിഡിൻ്റെ ബേസികത 3 ആണെങ്കിൽ അതിനെ അറിയപ്പെടുന്നത് ത്രിബേസിക ആസിഡ്. മഗ്നീഷ്യം റിബൺ കത്തുമ്പോൾ ലഭിക്കുന്ന വെളുത്ത പൊടി. മഗ്നീഷ്യം ഓക്സൈഡ്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ കാണിക്കുന്ന സ്വഭാവം ബേസിക് സ്വഭാവം. ജലത്തിൽ ലയിക്കുന്ന ബേസുകൾ അറിയപ്പെടുന്നത് ആൽക്കലികൾ. ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജൻ. ആസിഡും കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. ലോഹങ്ങളും ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും അറിയപ്പെടുന്നത് ആൽക്കലികൾ. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം ഹൈഡ്രോക്സൈഡ്. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നത് ആൽക്കലി. ലിറ്റ്മസ് പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ലൈക്കൺ. pH സ്കെയിൽ കണ്ടെത്തിയത് സൊറാൻസൺ. pHൻ്റെ പൂർണ്ണരൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH സ്കെയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂല്യം 0 മുതൽ 14 വരെ. നീർവീര്യ വസ്തുവിൻ്റെ pH മൂല്യം 7. അടുത്ത് നമുക്ക് പദാർത്ഥങ്ങളും ആസിഡുകളെയും നോക്കാം. ആപ്പിൾ മാലിക് ആസിഡ്. പുളി മുന്തിരി. ടാർട്ടറിക് ആസിഡ്. തക്കാളി ഓക്സാലിക് ആസിഡ്. കൊഴുപ്പ് എണ്ണ സ്റ്റിയറിക് ആസിഡ്. തേയില ടാനിക് ആസിഡ്. തേങ്ങ കാപ്രിക് ആസിഡ്. നെല്ല് ഫൈറ്റിക് ആസിഡ്. ഉറുമ്പ് തേനീച്ച ഫോർമിക് ആസിഡ്. നാരങ്ങ ഓറഞ്ച് സിട്രിക് ആസിഡ്. തൈര് മോര് ലാക്റ്റിക് ആസിഡ്. കാർ ബാറ്ററി സൾഫ്യൂരിക് ആസിഡ്. മാംസ്യം അമിനോ ആസിഡ്. വെണ്ണ നെയ്യ് ബ്യൂട്ടൈറിക് ആസിഡ്. മണ്ണ് ഹ്യൂമിക് ആസിഡ്. ഐ വാഷ് ബോറിക് ആസിഡ്. വിനാഗിരി അസറ്റിക് ആസിഡ്. ക്യാരം ബോർഡ് പൗഡർ ബോറിക് ആസിഡ്. ഹിപ്നോട്ടിസം ബാർബിറ്റൂറിക് ആസിഡ്. യൂറിൻ യൂറിക് ആസിഡ്. ചോക്ലേറ്റ് ഓക്സാലിക് ആസിഡ്. തേനീച്ച മെഴുക് സെറോട്ടിക് ആസിഡ്. മരിച്ചിനി ഹൈഡ്രോസയാനിക്. നേന്ത്രപ്പഴം ഓക്സാലിക് ആസിഡ്. പാം ഓയിൽ പാൽമാറ്റിക് ആസിഡ്. സോഡാജലം കാർബോണിക് ആസിഡ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫോസ്ഫോറിക് ആസിഡ്. വെറ്റില കാറ്റച്യൂണിക് ആസിഡ്. പരീക്ഷണശാലകളിൽ ജൈവ സാമ്പിളുകളും മൃദുശരീരവും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു